അതിനെ സംബന്ധിച്ചുള്ള ചിന്ത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നുള്ള മരണങ്ങൾ എന്നെയും നിങ്ങളെയും കുറച്ച് സമയത്തേക്കെങ്കിലും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ദിനേന എന്നോണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം പൊടുന്നനെയുള്ള മരണവാർത്തകളാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു എന്ന വാർത്തയുമായാണ് ഇന്നലെ പത്രങ്ങൾ പുറത്തിറങ്ങിയത്. കുടുംബത്തിന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സംസാരം പൂർത്തിയാക്കാതെ കുഴഞ്ഞു വീണു എന്ന റിപ്പോർട്ട് പത്രങ്ങളിൽ നമ്മൾ വായിച്ചു. പ്രായഭേദമില്ല, കൊച്ചനുജനെ സ്കൂളിൽ പറഞ്ഞേക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ 12-കാരിയായ കുട്ടി ഒരു രോഗവുമില്ലാതിരുന്നിട്ടും കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടു. റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിൽ കുഞ്ഞ് കലശലായി കരഞ്ഞപ്പോൾ കുഞ്ഞിന് പാല് കൊടുത്തു. 10 കൊല്ലം കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞിന് അമ്മ പാല് കൊടുത്തു. ആ പാല് ശ്വാസകോശത്തിൽ കയറി 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് വിമാനത്തിൽ പെടഞ്ഞു മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടു. ആസ്പത്രിയിൽ ജോലി ചെയ്യുന്ന 2 നഴ്സുമാർ അതേപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഷാർജയിൽ അവരുടെ റൂമിൽ വന്ന് കിടന്നുറങ്ങിയതാണ്. 2:30 മണിക്ക് രാത്രിയിൽ ഫോൺ കോൾ വരുന്നു പിസൈസിലെ ഹോസ്പിറ്റലിൽ നിന്ന്. അർജന്റായി അത്യാഹിത വിഭാഗത്തിൽ ഒരു രോഗി എത്തിയിരിക്കുന്നു, നിങ്ങൾ ഉടനെ ഡ്യൂട്ടിക്ക് താമസം വിനാ ഹാജരാവണം. 2:30 മണിക്ക് ഉറങ്ങുന്നിടത്ത് നിന്ന് വിളിച്ചുണർത്തുന്ന ടെലിഫോൺ. 2 നഴ്സുമാരും ആ വിളിക്കുത്തരം ചെയ്ത് പിസൈസിലേക്ക് പുറപ്പെട്ടു. രാത്രി 2:30 മണിക്ക് തന്നെ. പക്ഷേ ഹോസ്പിറ്റലിന് തൊട്ടിപ്പുറത്തുള്ള സിഗ്നലിൽ വെച്ച് ഉണ്ടായ അപകടത്തിൽ കേവലം 1 മണിക്കൂർ പിന്നിട്ട് 3:30 മണി പുലർച്ചെയായപ്പോൾ 2 ആളും മരണപ്പെട്ടു. വാർത്ത നമ്മൾ പത്രത്തിൽ വായിച്ചു. ജോലി തേടി വിദേശത്തെത്തിയതാണ്. തന്റെ കൂട്ടുകാരന്റെ കൂടെ ജോലി അന്വേഷിക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റുകളുമായി ഇറങ്ങിയ സഹോദരൻ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടക്ക് ഉണ്ടായ ആക്സിഡന്റിൽ തൽക്ഷണം മരണപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം വായിച്ച വാർത്തയാണ്. സ്വന്തം പ്രിയതമനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന് തന്റെ പ്രിയപ്പെട്ടവൻ ഇതാ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങുന്നു എന്ന വാർത്തയും കേട്ട് പ്രിയതമനെ സ്വീകരിക്കുവാൻ വേണ്ടി ദൂരഭാഗത്ത് നിന്ന് സഹോദരന്റെ കൂടെ കാറിൽ പുറപ്പെട്ട ഒരു സഹോദരി ലക്ഷ്യസ്ഥാനത്തെത്തി പ്രിയതമനെ കാണുന്നതിന്റെ മുമ്പേ മരണപ്പെട്ടു ആക്സിഡന്റിൽ. എയർപോർട്ടിൽ ഇറങ്ങിയ ഈ പ്രിയപ്പെട്ട ഈ ഭർത്താവ് തന്റെ പ്രിയതമയെ വർഷങ്ങൾക്ക് ശേഷം ഒരു നോക്ക് കാണാൻ കാത്തിരുന്നതിന്റെ പകരമായി കണ്ടത് ചലനമറ്റ മയ്യത്താണ് കാണേണ്ടി വന്നത്. അതുപോലെ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് കുഴഞ്ഞു മരിച്ച ഒട്ടേറെ അനുഭവങ്ങൾ. അതുപോലെ ജോലി കഴിഞ്ഞ് ഒരു സഹോദരൻ നല്ലയിനിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ജോലി കഴിഞ്ഞ് റൂമിലെത്തിയതാണ്. സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ്. കുളി കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിനിടയിൽ കുളി കഴിഞ്ഞ ഡ്രസ്സ് മാറി മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിൽ നോക്കി ചീകൾ പൂർത്തിയാക്കാനാവാതെ ആ സഹോദരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഗ്രോസറിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സഹോദരൻ നല്ല ഇതിലുള്ള അതേ ദിവസം തന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കടയിൽ പോയി ഇരുന്നതാണ്. ഇരുന്നപ്പോൾ ഒരു നെഞ്ചുവേദന, തൽക്ഷണം അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടത്. ഒരുപാട് ആളുകളുടെ മരണവാർത്തകൾ നമ്മുടെ കാതുകളിൽ ദിനേന എന്നോണം എത്തുകയാണ്. നമ്മുടെ പലരുടെയും മരണവാർത്തകൾ ഇനി പലരും കേൾക്കാനിരിക്കുകയാണ്. എന്താണ്, എവിടെയാണ്, എന്താണ് നമ്മുടെ മനോഗതി, എന്താണ് നമ്മുടെ മനസ്ഥിതി നമ്മൾ ചിന്തിക്കുക.
മരണത്തിന് പ്രായഭേദമില്ല, രോഗം വേണമെന്നില്ല. രോഗികളായിട്ടും എത്രയോ ആളുകൾ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ അവർക്ക് എണ്ണപ്പെട്ട ശ്വാസോച്ഛ്വാസങ്ങൾ പ്രയാസപ്പെട്ട് കഴിച്ചുകൊണ്ട് മരണത്തെ കാത്തു കിടക്കുകയാണ്, മരിച്ചിട്ടില്ല. യാതൊരു രോഗമില്ലാത്ത എത്രയോ ആരോഗ്യമുള്ള മനുഷ്യന്മാർ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ നിരവധി അനവധി വാർത്തകൾക്ക് നടുവിൽ ദിനേന നാം ഇങ്ങനെ വായിച്ച് തള്ളുകയാണ്. കേട്ട് മടുത്തിരിക്കുന്നു നമ്മൾ ഈ വാർത്തകൾ. പക്ഷേ ഇത് നമ്മെ ചിന്തിപ്പിക്കണം, എന്നെ ചിന്തിപ്പിക്കണം, നിങ്ങളെ ചിന്തിപ്പിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണം ജനങ്ങളെ, സിക്റ ഹാദിമിൽ ലസ്സാത്ത്, എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും മുറിച്ച് നീക്കുന്ന അൽ മൗത്ത്, മരണം എന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണേ ജനങ്ങളെ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ, എപ്പോൾ മരിക്കുമെന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. പലരുടെയും മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നു, അവരെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ പിന്നീട് 1 വർഷമോ 2 വർഷമോ ഒക്കെ തികഞ്ഞ് പിന്നെ എഴുതുമ്പോ പലരും എഴുതുന്നു അകാലത്തിൽ മരണമടഞ്ഞ നമ്മുടെ സഹോദരൻ എന്ന്. ആ പ്രയോഗം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇസ്ലാമികമാണോ? ആ പ്രയോഗം ഇസ്ലാമികമാണോ? ചില മുസ്ലിം എഴുത്തുകാർ വരെ ചിലരുടെ മരണത്തെ ഓർക്കുന്നത് അങ്ങനെയാണ്, അകാലത്തിൽ പൊലിഞ്ഞുപോയത്, അകാലത്തിൽ മരണമടഞ്ഞ നമ്മുടെ സുഹൃത്ത് എന്നൊക്കെ പലരും പറയുന്നു. തെറ്റാണ് ആ പ്രയോഗം. കാരണം ആരാണ് മരണത്തിന് കാലം നിശ്ചയിച്ചത്? ആരാണ് മരണത്തിന് പ്രായം നിശ്ചയിച്ചത്? ഇന്ന പ്രായത്തിലെ മരിക്കൂ എന്ന് നിയമമുണ്ടെങ്കിൽ അല്ലേ ആ പ്രായവും ആ കാലവും എത്തുന്നതിന്റെ മുമ്പേ അകാലത്ത് മരിച്ചു എന്ന് പറയാനൊക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രയോഗം മുസ്ലിം പറയാൻ പാടില്ല, എഴുതാനും പാടില്ല. ആ പ്രയോഗം തെറ്റാണ്. അകാലത്തിൽ ചരമമടഞ്ഞു, അകാല ചരമം പ്രാപിച്ചു, അകാലത്തിൽ മരണമടഞ്ഞു എന്നൊന്നും പറയാൻ പാടില്ല. കാരണം അല്ലാഹുവാണ് നിശ്ചയിക്കുന്നത്. ഓരോ റൂഹിനും അല്ലാഹു നിശ്ചയിച്ച ഓരോ സമയമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും ഓരോ ശരീരവും ഓരോ ദേഹവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. ആ സമയമങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരൽപ്പനേരത്തേക്ക് മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. ചില മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നു, അയാൾ ആ സ്ഥലത്തേക്ക് എത്തരുതായിരുന്നു, അയാൾ അങ്ങോട്ട് അപ്പോൾ പുറപ്പെടരുതായിരുന്നു, അയാൾ അങ്ങോട്ട് എന്തിനു വന്നു, എന്തിനയാൾ ആ സമയത്ത് പോകരുതായിരുന്നു എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അല്ലാഹു ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഏത് എന്ന് അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. വമാ തദ്രീ നഫ്സുൻ, ഒരാത്മാവിനും അറിഞ്ഞുകൂടല്ലോ, ഒരു ശരീരത്തിനും അറിഞ്ഞുകൂടല്ലോ, ബി അയ്യി അർദിൻ തമൂത്ത്, ഏത് മണ്ണിലാണത് മരിച്ചു വീഴുന്നത്, ഏത് മണ്ണിലാണ് മരിച്ചു വീഴുന്നത് എന്ന് ഒരാൾക്കും അറിയില്ലല്ലോ. അയാൾ അങ്ങോട്ട് പോയിട്ടല്ലേ അപകടമുണ്ടായത് എന്ന് പറയാനേ പാടില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഐനമാ തകൂനൂ, നിങ്ങൾ എവിടെയായിരുന്നാലും യുദിരിക്കുമുൽ മൗതു, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൊത്തളങ്ങളിൽ ഭദ്രമായി നിങ്ങൾ അടച്ചിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുമെന്ന് സൂറത്തുൻ നിസായിലെ 78-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉഹദ് യുദ്ധത്തിലും അതുപോലെയുള്ള യുദ്ധങ്ങളിലുമൊക്കെ മുസ്ലിമീങ്ങളായ ആളുകൾ യുദ്ധത്തിന് പോയിട്ട് പലർക്കും അപകടം പറ്റുകയും പലരും ഷഹീദുകളാവുകയും ചെയ്തപ്പോ ഈ യുദ്ധത്തിനൊന്നും പോകാതെ അലസന്മാരായി വീട്ടിൽ കൂടി അവിടെ തന്നെ കഴിഞ്ഞ് ചടഞ്ഞുകൂടിയിരുന്ന മുനാഫിഖീങ്ങൾ ഇവരുടെ മരണവാർത്ത കേട്ടപ്പോ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി.
കണ്ടോ, മുഹമ്മദിന്റെ കൂടെ പുറപ്പെട്ടു പോയിട്ടല്ലേ അവരൊക്കെ മരിച്ചു വീണത്. ഞങ്ങൾക്കിതൊക്കെ പണ്ടേ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ തടി കാത്തതാണ്. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ മുഹമ്മദിന്റെ കൂടെ പോകാതിരുന്നതും എന്നൊക്കെ യുദ്ധത്തിന് പോയിട്ട് ഷഹീദുകളായ ആളുകളുടെ അപകടത്തെ പറ്റി